സ്ത്രീയുടെ ശബ്ദം എന്തുകൊണ്ട് മനസ്സിനെ കാമാക്കുന്നു? നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ഹെവി ആയിട്ടുണ്ട് എങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് കാമാവുന്നത് കാണാം. അതിൽ ഏറ്റവും ശക്തമായ ഒരു സൗണ്ട് പാറ്റേൺ സ്ത്രീയുടെ മൃദുവായ ശബ്ദമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനഃശാസ്ത്രവും ശബ്ദശാസ്ത്രവും ചേർന്ന് പറയുന്ന ഈ അത്ഭുതകരമായ ബന്ധം വിശദമായി നോക്കാം. നമ്മുടെ ബ്രെയിൻ ഒരു അത്ഭുതമാണ്. ഒരു മൃദുവായ ശബ്ദം പോലും നമ്മുടെ മനസ്സിനെ എങ്ങനെ സെറ്റിലാക്കുന്നു എന്ന് സയൻസ് തന്നെ തെളിയിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയിലൂടെ അത് വിശദമായിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യനെ സേഫ്റ്റി എന്നത് ഒരു ബേസിക് നീഡാണ്. ഒരുവന്റെ ശബ്ദം കേട്ടാൽ നമ്മുടെ ഫസ്റ്റ് മനസ്സ് ചെക്ക് ചെയ്യുന്നത് നീ സേഫ് ആണോ ഇല്ലയോ എന്നാണ്. പക്ഷേ ചരിത്രം, പ്രായം, വളർച്ച, കുട്ടിക്കാല ഓർമ്മകൾ ഇതൊക്കെ വന്നു ചേർന്ന് പോയപ്പോൾ സ്ത്രീയുടെ മൃദുവായ ശബ്ദം ഏതാണ്ട് എല്ലാ മനുഷ്യരുടെയും ബ്രെയിന് യു ആർ സേഫ്, കാം ഡൗൺ എന്ന സിഗ്നലായി മാറി. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും എനിക്ക് കമന്റ് ചെയ്യും, അങ്ങനെയൊന്നും അല്ല, സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ അരോചകരമാണ് എന്ന് പല കമന്റുകൾ വരും. പക്ഷെ ഇതൊരു ശാസ്ത്രമാണ്. കുട്ടിയുടെ താരാട്ടുപാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചറിന്റെ സോഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരെ ഈ ശബ്ദങ്ങൾ നമ്മളെ കംഫോർട്ട് സൗണ്ടായി നമ്മുടെ ബ്രെയിൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ശബ്ദം എങ്ങനെയാണ് മനസ്സിനെ സ്വാധീനിക്കുക? നമ്മുടെ ബ്രെയിനിൽ ഓഡിറ്ററി കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്. ശബ്ദം പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ടോൺ, റിതം ഇതെല്ലാം നമ്മുടെ മനോഭാവത്തെയും കൂടി സ്വാധീനിക്കുകയാണ്. ഒരു സൗണ്ട് അത് സ്മൂത്ത് ആണോ ഹാഷ് ആണോ എന്ന് ബ്രെയിൻ മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെ തിരിച്ചറിയും. നമ്മളെ കാമാക്കുന്ന നമ്മുടെ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ശബ്ദങ്ങൾക്ക് നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ വേഗം മൈൻഡ് സെറ്റിൽ ആവുന്നതും നമ്മളൊന്ന് സ്മൂത്ത് ആവുന്നതും നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് കുറയുന്നതും. ഇനി സ്ത്രീയുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? സ്ത്രീ ശബ്ദത്തിന്റെ ബേസിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 165 to 255 ഹെർട്സ് റേഞ്ചിലാണ്. ഈ റേഞ്ച് ബ്രെയിനിന്റെ കംഫോർട്ട് ഫ്രീക്വൻസി സോൺ ആയിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. മൃദുവായ നോൺ ത്രെട്ടണിങ് സൗണ്ട് ബ്രെയിൻ ക്വിക്ലി സേഫ് എന്ന ഫീൽ ചെയ്യിപ്പിക്കും. സ്ത്രീയുടെ ശബ്ദവും അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. കൂടുതൽ സ്മൂത്ത് പോസ് ആണ്, സോഫ്റ്റ് റൈസ് ആണ്, റിതമിക് സോഫ്റ്റ്നെസ് ആണ്. ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇത് മൈൻഡിനെ നാച്ചുറലി സ്ലോ ഡൗൺ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് മൃദുവായ ശബ്ദം സുരക്ഷയും കെയറും, കഠിന ശബ്ദം ഡേഞ്ചറും എന്ന സിഗ്നലായിട്ട് ബ്രെയിൻ പണ്ടേ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സോഫ്റ്റ് ടോൺ കേൾക്കുമ്പോൾ ബ്രെയിനിന്റെ ഇമോഷണൽ സെന്റർ റിലാക്സ് ചെയ്യും. അപ്പോൾ വേഗം അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ റിലാക്സ് ചെയ്യാനും മൈൻഡ് സെറ്റിൽ ആവാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇത് റൊമാൻറ്റിക് അല്ല, മാജിക്കും അല്ല, ജെൻഡർ സുപ്പീരിറ്റിയും അല്ല. പ്യുവർ സയൻസ് ബേസ്ഡ് റെസ്പോൺസ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ടു സെർട്ടൈൻ സൗണ്ട് പാറ്റേൺസ്. സോഫ്റ്റ് മെയിൽ വോയിസസുകൾക്കും കാമിംഗ് പവർ ഉണ്ട്. പക്ഷേ ആവറേജ് സ്റ്റഡീസ് കാണിക്കുന്നത് മെനി പീപ്പിൾ നാച്ചുറലി റെസ്പോണ്ട് ക്വിക്കർ ടു സോഫ്റ്റ് ഫീമെയിൽ ടോൺസ്. കോൾ സെന്ററിൽ സ്ത്രീയുടെ വോയിസ് ഉണ്ടെങ്കിൽ കോൺവെർസേഷൻ സ്മൂത്തർ ആവുന്നത്, ചിൽഡ്രൻ സ്റ്റോറീസ് ഫീമെയിൽ വേർഷനിൽ സ്വീറ്റർ ആവുന്നത്, മെഡിറ്റേഷൻ ആപ്സിൽ നരേഷൻ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതിനെല്ലാം സയൻസ് ബാക്ക് ബോൺ ഉണ്ട്. ശബ്ദം എന്നത് വെറും ഒരു സൗണ്ട് വേവ്സ് അല്ല, അത് സംടൈംസ് ഹീലിംഗ് ആണ്. ചില ശബ്ദങ്ങൾ നമ്മുടെ ഇന്നർ നോയ്സ് സൈലന്റ് ആക്കും. സ്ത്രീയുടെ ശബ്ദം അതൊരു കാംനെസിന്റെ ഒരു രൂപമാണ്. ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. മെന്റൽ പീസ് ആൻഡ് സയൻസ് എക്സ്പ്ലെയിൻഡ് കൂടുതൽ ആവശ്യമുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ.